കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ഉപാധി അംഗീകരിച്ച് CPIM കരാറിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയക്കും. നവംബർ 2-ന് ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർക്കാനും CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ഉപാധി അംഗീകരിച്ചിരിക്കുകയാണ്. CPIM കരാറിൽ നിന്ന് പിന്മാറുന്നത് കേന്ദ്രത്തെ അറിയിക്കും. നവംബർ 2-നാണ് ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർക്കാൻ CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയുമായി ബന്ധപ്പെട്ട LDFിനുള്ളിൽ നിന്ന ചില അനിശ്ചിതത്വങ്ങളെല്ലാം തന്നെ നീങ്ങുന്നെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നാണ് ഒരു സമവായ നീക്കത്തിനുള്ള ഒരു വഴി തുറന്നത്. അതിൽ ഈ പദ്ധതിയുടെ ധാരണാപത്രം റദ്ദാക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകാനുള്ള തീരുമാനത്തിലേക്ക് CPIM എത്തിയിരിക്കുകയാണെന്നാണ് പറയേണ്ട കാര്യം. ഈ ഉപാധി നേരത്തെ CPIക്ക് മുന്നിൽ വെച്ചിരുന്നു. എന്തായാലും ഇതിൽ ഒരു തീരുമാനത്തിലേക്ക് CPIM എത്തുമ്പോൾ ഒരു സമവായത്തിന്, ഒരു അനുനയത്തിലേക്ക് തന്നെ CPI എത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് വൈകിട്ട് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ നേരത്തെ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം CPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയും അനുനയ ചർച്ചകളെല്ലാം തന്നെ തകൃതിയായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ നേരിൽ കണ്ട് ഇതിൽ കൃത്യമായ രീതിയിൽ ചർച്ച നടത്തുന്ന സാഹചര്യം, അനുനയ നീക്കങ്ങൾ നടത്തുന്ന സാഹചര്യം, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൂടിക്കാണുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സമവായ നീക്കം CPIM തുടർന്നത്. ഇന്ന് രാവിലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് ഈ രീതിയിലൊരു തീരുമാനമുണ്ടായത്. അതായത് PM ശ്രീയുടെ ധാരണാപത്രം റദ്ദാക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകും എന്ന് CPIM തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ തീരുമാനം CPI അംഗീകരിച്ചതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം CPIയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം LDFിനുള്ളിൽ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം നിലനിന്നൊരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. മുന്നണിയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾക്കെല്ലാം തന്നെ വഴിവെക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടാവുന്നു. എന്തായാലും അതിനെല്ലാം തന്നെ ഒരു സമാപ്തിയായി എന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് ഈ CPIM ഈ രീതിയിലുള്ള ഉപാധി തീരുമാനിച്ചത്. എന്തായാലും ആ ഉപാധി CPI അംഗീകരിക്കുമെന്ന് തന്നെയാണ് പറയേണ്ട കാര്യം. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കേന്ദ്രത്തിന് കത്തയക്കാനാണ് ഇപ്പോൾ CPIMന്റെ തീരുമാനം. എന്തായാലും ആ തീരുമാനം CPI അംഗീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ. എന്തായാലും വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കാനുള്ള സാധ്യതയും അങ്ങനെയെങ്കിലും ഉണ്ട്. എന്തായാലും LDFിനുള്ളിൽ നിലനിന്നിരുന്ന ചില അനിശ്ചിതത്വങ്ങളും അതോടൊപ്പം തന്നെ ചില പടലപ്പിണക്കങ്ങളും എല്ലാം തന്നെ അവസാനിക്കുന്നതെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ നവംബർ 2-ന് LDF യോഗവും ചേരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ വലിയ രീതിയിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPIയും അതോടൊപ്പം തന്നെ CPIയും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു അകൽച്ച ഉണ്ടായെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. അത് വലിയ ഒരു ചില പഠനപ്പണക്കങ്ങളിലേക്കെല്ലാം തന്നെ അത് പോയി എന്നും പറയേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഈ പദ്ധതി, ഈ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ അത് കൊണ്ടുവരുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസ പദ്ധതിക്കായി അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഫണ്ടാണ് പ്രധാനമായും അതിലൂടെ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞിരുന്നു. അതിൻ്റെ നയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ചില വ്യക്തതകളെല്ലാം തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇന്നും AIYF അടക്കം വലിയ വിമർശനം ഈ PM ശ്രീക്കെതിരെ അല്ലെങ്കിൽ സർക്കാർ ഈ പദ്ധതി അംഗീകരിച്ചതിനെതിരെ AIYF അടക്കം, അതായത് CPIയുടെ യുവജന സംഘടനയായ AIYF അടക്കം വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു ഘട്ടം തന്നെയാണ്. അതിനെല്ലാം തന്നെ ഒരു സമാപനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന അവൈലബിൾ സെക്രട്ടറി യോഗത്തിലാണ് CPIMന്റെ അവൈലബിൾ സെക്രട്ടറി യോഗത്തിലാണ് ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സമവായത്തിൽ ഈ തീരുമാനം, അതായത് PM ശ്രീ അംഗീകരിച്ച അല്ലെങ്കിൽ ഒപ്പിട്ട തീരുമാനം അത് റദ്ദാക്കാനായി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുമെന്നതാണ് ഇപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും ആ സമവായം അത് CPI അംഗീകരിച്ചതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. അരുണിമ. വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ഉപാധി അംഗീകരിച്ചിരിക്കുകയാണ് CPIM.
കരാറിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയക്കും. നവംബർ 2-ന് ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർക്കാനും CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണനാണ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ഉപാധി അംഗീകരിച്ചിരിക്കുകയാണ് CPIM. കരാറിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയക്കും. നവംബർ 2-നാണ് ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർക്കാൻ CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കേന്ദ്രത്തിന് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയച്ചാൽ മാത്രമേ ഉച്ചയ്ക്ക് ശേഷമുള്ള മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കൂ എന്ന് CPI അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ കത്തയക്കുമെന്നുള്ളൊരു നിലപാട് CPIM മുന്നോട്ട് വെച്ച സ്ഥിതിക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള CPI മന്ത്രിസഭാ യോഗത്തിൽ CPI പങ്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അരുണിമ, തീർച്ചയായും എന്തായാലും ഒരു സമവായ നീക്കം ഫലം കാണുന്നതെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം LDFിനുള്ളിൽ നിലനിന്നൊരു സാഹചര്യമുണ്ട്. ഈ CPIയുടെ ഈ നിലപാട് കാരണം, അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി ഈ മുന്നണിക്കുള്ളിൽ CPI മുന്നോട്ട് വെച്ചിരുന്നു. ആ അതൃപ്തി വലിയ രീതിയിൽ തന്നെ മുന്നണിക്കുള്ളിൽ വലിയൊരു വിഭാഗീയതയിലേക്ക് തന്നെ പോകുന്നൊരു ഘട്ടം തന്നെ ഉണ്ടായെന്നാണ് പറയേണ്ട കാര്യം. പക്ഷേ അതിലെല്ലാം തന്നെ ഒരു സമവായ നീക്കം ഉണ്ടായി എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ ഈ CPI മന്ത്രിമാർ, 4 മന്ത്രിമാർ, CPIയുടെ മന്ത്രിമാർ, അവർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു തീരുമാനത്തിലേക്ക് CPI വരുന്നത്. അതിന് പിന്നാലെയാണ് സമവായ ചർച്ചകൾ കൂടുതൽ ഊർജിതമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ നേരിൽ കണ്ട് ചർച്ചകളടക്കം നടത്തുന്നു. പക്ഷേ അതൊന്നും വിജയത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് പറയേണ്ടത്. കൂടാതെ അവർ CPI കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കും. PM ശ്രീ പദ്ധതി അതിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ശക്തമായി തന്നെ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യം, ഇതെല്ലാം തന്നെ ഉണ്ടാവുന്നൊരു ഘട്ടം വലിയ രീതിയിൽ തന്നെ CPI സംബന്ധിച്ച് കൃത്യമായ നിലപാട് പറയാനായി കഴിയുന്നു എന്നതാണ് പറയേണ്ടത്. കൂടാതെ ഇതിൽ CPIM കുറച്ചുകൂടെ വിട്ടുവീഴ്ച ചെയ്തു എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്നൊരു കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകുമെന്നതാണ് ഇപ്പോൾ ഒരു CPM തീരുമാനിച്ചിരിക്കുന്നത്, അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ സമവായ നീക്കം അത് ഫലം കണ്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. CPI പ്രധാനമായും മുന്നോട്ട് വെച്ചൊരു ആവശ്യവും അത് തന്നെയാണ്. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകണം. അങ്ങനെയെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന കാര്യമാണ് CPI പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും ആ തീരുമാനത്തിലേക്ക് അത് അവരുടെ ആ ആവശ്യം വിജയം കണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും LDFിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് CPI. അതിൽ അവരുടെ തീരുമാനം എന്തായാലും വളരെ ആ തീരുമാനം ഫലം കൊണ്ടുവന്ന് തന്നെയാണ് പറയുന്നത്. ശക്തമായി തന്നെ ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഈ മുഖ്യമന്ത്രി അടക്കം ചർച്ച നടത്തിയിട്ടും അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും CPI തയ്യാറായിരുന്നില്ല എന്നതും കൂടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ ചർച്ചകൾ ഊർജിതമായി നടക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. കൂടാതെ തുടർച്ചയായ വിമർശനങ്ങൾ ഈ AYF അടക്കം AYF ASF അടക്കം വലിയ രീതിയിൽ CPMനെതിരെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ എല്ലാം തന്നെ നടത്തുന്ന ഒരു സാഹചര്യം, പ്രതിപക്ഷം അടക്കം നടത്തുന്ന ഒരു സാഹചര്യം, അതെല്ലാം തന്നെ LDFിനുള്ളിൽ ചില വലിയ രീതിയിലുള്ളൊരു പടലപ്പിണക്കങ്ങളിലേക്കൊക്കെ തന്നെ നയിക്കുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിലെല്ലാം തന്നെ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സമവായ നീക്കത്തിലൂടെ എന്നാണ് നമുക്ക് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് രാവിലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ രീതിയിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്തയക്കാനുള്ള തീരുമാനത്തിലേക്ക് CPIM എത്തിയിരിക്കുകയാണ്. എന്തായാലും ആ സമവായ നീക്കം ഫലം കാണുന്നു. CPI ഇത് അംഗീകരിച്ചതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിലും വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. കൂടാതെ നവംബർ 2-ന് LDF യോഗവും ചേരാനുള്ള സാധ്യതയുണ്ട്. അരുണിമ. ഉണ്ണികൃഷ്ണൻ, CPIയുടെ ഈ ഒരു ആവശ്യം അംഗീകരിച്ച CPIMന്റെ ഈ ഒരു നടപടിയോട് എന്തെങ്കിലും ഒരു പ്രതികരണവുമായിട്ട് CPIM പ്രവർത്തകർ എത്തിയിട്ടുണ്ടോ?
അരുമ എന്തായാലും ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. എന്തായാലും അവൈലബിൾ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം CPIയുടെ ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് വരണം. CPI ഇക്കാര്യത്തിൽ ഈ CPI മുന്നോട്ട് വെച്ച അനുനയ നീക്കങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നതെന്ന് ചിലപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം വിനിയോഗത്തിനടക്കം ഒരു പ്രതികരണം വരാനുള്ള സാധ്യതയും കൂടിയുണ്ട്. എന്തായാലും ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇനി കാണേണ്ട ഒരു കാര്യം. അത്തരത്തിലൊരു പ്രതികരണമാണ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടത്. എന്തായാലും നമ്മൾ പറയുകയാണെങ്കിൽ ഈ രീതിയിൽ CPI മുന്നോട്ട് വെച്ച അനുനയ നീക്കം ഫലം കണ്ടുവന്നതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ ഈ അനുനയ നീക്കം ഫലം കാണുന്നതിലൂടെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും പരിസമാപ്തിയാകുമെന്നതും കൂടി പറയേണ്ടതുണ്ട്. കൂടാതെ വലിയ വിമർശനങ്ങൾ എല്ലാം പ്രതിപക്ഷമടക്കം LDFിനെതിരെ ഈ CPIക്ക് CPMനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം, സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഒരു സമാപനത്തിലേക്ക് എത്തുന്നു. അത് LDFിനുള്ളിൽ തന്നെ പ്രശ്നം പരിഹരിക്കാനായി കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും CPIM തന്നെയാണ് ഇതിൽ വലിയ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നതെന്നതും കൂടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് വൈകിട്ട് 3:30ക്കാണ് മന്ത്രിസഭാ യോഗം ചേരുക. ആ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കാനാണ് സാധ്യത. അരുണും വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീ പദ്ധതി CPIയുടെ ഉപാധി അംഗീകരിച്ചിരിക്കുകയാണ് CPIM. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ ഏതൊക്കെ പ്രതിനിധികൾ, ഏതൊക്കെ മന്ത്രിമാർ പങ്കെടുക്കാനാണ് സാധ്യത? അരുണ 4 മന്ത്രിമാർ J. ചിഞ്ചുറാണി, അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, റവന്യൂ മന്ത്രി K. രാജൻ, കൂടാതെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽകുമാർ എന്നിവരാണ് CPIയുടെ മന്ത്രിമാർ. 4 പേരും LDFിൻ്റെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ ഇവർ മുഖ്യമന്ത്രിയെ നേരിട്ട് അതൃപ്തി അറിയിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI എത്തിയൊരു ഘട്ടത്തിൽ ഈ മന്ത്രിമാർ നേരിട്ട് മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിക്കുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതൃപ്തി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ നീക്കം കുറച്ച് വലിയ ശക്തമായൊരു തീരുമാനത്തിലേക്ക് CPI വന്നതിന് പിന്നാലെയാണ് ഒരു വിട്ടുവീഴ്ചയിലേക്ക് അല്ലെങ്കിൽ CPIM തയ്യാറെടുത്തതെന്നാണ് പറയേണ്ടത്. എന്തായാലും ഈ ചർച്ചകളെല്ലാം തന്നെ തുടരുന്നൊരു ഘട്ടത്തിലും CPIM ചില അനുനയ ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചില അനുനയ നീക്കങ്ങൾ എല്ലാം തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ CPI പറഞ്ഞൊരു കാര്യം. അതായത് ഈ ഒരു ഉപാധി CPI മുന്നോട്ട് വെച്ചിരുന്നു. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്തയക്കണം എന്നാണ് CPI നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന കാര്യം. എന്തായാലും ആ ഉപാധി തന്നെ CPIM അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്. CPIM അംഗീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ CPIM ആ ഉപാധി അംഗീകരിച്ചിരിക്കുന്നതെന്നാണ് ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ആ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കളെല്ലാം കൂടി ആലോചിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും CPIയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട CPIയുടെ എല്ലാ അതൃപ്തിക്കും പരിഹാരം കണ്ടിരിക്കുകയാണ്. കൂടാതെ LDFിനുള്ളിൽ തന്നെ നിലനിന്നിരുന്ന ചെറിയൊരു അതൃപ്തി, അതെല്ലാം തന്നെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില അനിശ്ചിതത്വങ്ങളെല്ലാം തന്നെ നീങ്ങുന്നു എന്നതും കൂടി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ 4 മന്ത്രിമാരും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത. അരുണിമ. നികൃഷ്ണൻ, ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPIയും ചർച്ചകൾ തുടരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ കേന്ദ്രത്തിന് കത്തയക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള ഒരു നിലപാടായിരിക്കും ഉണ്ടായിരിക്കുക? അരുമ, ഇക്കാര്യത്തിൽ ഈ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് കാണിച്ച് കത്തയക്കും. ഇതിൽ എന്ത് തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുക എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഈ രീതിയിൽ എന്ത് നടപടിയിലേക്കാകും നീങ്ങുക എന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. നേരത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി പറയുന്നൊരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആ രീതിയിൽ എന്ത് നടപടിയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ അയച്ച കത്തിന് എന്താണ് നടപടി ഉണ്ടാകുക എന്ന കാര്യത്തിൽ എല്ലാം തന്നെ ആ നടപടി എന്താണ് എന്ന് കേന്ദ്രത്തിൻ്റെതായി വരേണ്ടതുണ്ട്. എന്തായാലും ആ രീതിയിൽ അതിനുശേഷമാകും ഇതിൽ എന്ത് നടപടി, ഏത് രീതിയിലാകും ഇത് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഈ കത്തിന് എന്ത് മറുപടിയാകും കേന്ദ്രം നൽകുക എന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും സംസ്ഥാന സർക്കാർ എന്തായാലും ഉടൻ തന്നെ ഈ കത്ത്, അതായത് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് കാണിച്ച്
കത്ത് ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് അയക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും LDF-നുള്ളിൽ നിന്ന് നിലനിന്നിരുന്ന ചില അനിശ്ചിതത്വങ്ങൾക്കെല്ലാം തന്നെ ഇതോടെ പരിസമാപ്തിയായി എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അരുണിമ. ഉണ്ണികൃഷ്ണൻ, രാജി അടക്കമുള്ള ഏത് കടുത്ത തീരുമാനത്തിനും തയ്യാറാണെന്ന് CPI മന്ത്രിമാർ അറിയിച്ചിരുന്നു. അങ്ങനെ കടുത്ത തീരുമാനത്തിലേക്ക് പോയാൽ തിരിച്ചടിയാകുമോ എന്നതാണോ CPI ഉപാധി അംഗീകരിക്കാൻ തയ്യാറായതിന് കാരണം? അരുണിമ, തീർച്ചയായും കടുത്ത തീരുമാനങ്ങൾ CPI നേതാക്കളും CPI മന്ത്രിമാരും അടക്കം എടുക്കുന്ന ഒരു സാഹചര്യം. വലിയ രീതിയിൽ തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. കൂടാതെ രാജ്യസന്നദ്ധ അറിയിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നു. ഇതെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടം തന്നെയാണ്. ഇതെല്ലാം തന്നെയാണ് ഒരു അനുനയത്തിലേക്ക് CPI-നെ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് പറയേണ്ടത്. എന്തായാലും വലിയ പ്രതിസന്ധിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നാലും കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഉണ്ടായിരുന്ന ചില വിവാദങ്ങൾ അതിനെല്ലാം തന്നെ ഒരു അവസാനത്തിലേക്ക് എത്തിയെന്നാണ് പറയേണ്ട കാര്യം. എന്തായാലും ഇന്ന് അവൈലബിൾ സെക്രട്ടറി യോഗത്തിൽ CPIM ഈ തീരുമാനത്തിലേക്ക് എത്തി എന്നതാണ് പറയേണ്ടത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്താണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി രാവിലെ എത്തിയിരുന്നു. കൂടാതെ CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ അവൈലബിൾ സെക്രട്ടറി ചേർന്ന് കൃത്യമായ രീതിയിലൊരു നിലപാടിലേക്ക് CPIM എത്തി. കൂടാതെ അതിലൊരു വിട്ടുവീഴ്ചയിലേക്ക് CPM തയ്യാറായി എന്നതാണ് പറയേണ്ടത്. എന്തായാലും ഒരു അനുനയ നീക്കം ഫലം കണ്ടിരിക്കുന്നു. ഇനി വൈകിട്ട് 3:30 മന്ത്രിസഭാ യോഗമാണ്. ആ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത. അരുണിമ. വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ CPIയുടെ ഉപാധി അംഗീകരിച്ചിരിക്കുകയാണ് CPIM. കരാറിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് കത്തയക്കും. നവംബർ 2-ന് ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർക്കാനും CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണനാണ്.